അതിജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാൻ സർവശക്തനായ ദൈവമേ, ഈ ദിനത്തിൽ അങ്ങയുടെ അൾത്താരയുടെ മുമ്പിൽ വന്ന് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ സ്വീകരിക്കുവാൻ എത്തിയിരിക്കുന്ന ഷീനുവിനെയും സ്വാതിയെയും സ്റ്റീഫനെയും തിരുസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ വിശ്വാസ ജീവിതം അഭംഗുരം തുടർന്ന് കാത്തു സൂക്ഷിക്കുന്നതിനും അത്യന്തരമായ വിശ്വാസത്തോടെ തങ്ങളുടെ ജീവിതം പൂർത്തിയാക്കുവാനും ഇവരിലേക്ക് ദൈവകൃപ സമർത്ഥമായി വർഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതാ കർത്താവിന്റെ ദാസി എന്ന മനോഭാവത്തോടെ സമർപ്പിത ജീവിതത്തിലേക്ക് പ്രവേശിച്ച സിസ്റ്റർ മീരായെയും അതിന് പ്രേരണയും പ്രചോദനം നൽകിയ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഞങ്ങൾ അനുസ്മരിക്കുന്നു. സിസ്റ്ററിലൂടെ വിസിറ്റേഷൻ സഭാ സമൂഹത്തിനും കോട്ടയം അതിരൂപതയ്ക്കും ഇതര പ്രവർത്തന മേഖലകളിൽ തൻ്റെ ശുശ്രൂഷ ലഭിച്ചിട്ടുള്ള എല്ലാവർക്കും ലഭിച്ചിട്ടുള്ള നന്മകളെ ഞങ്ങൾ ഓർക്കുകയും ഇനിയുള്ള തുടർന്നുള്ള സമർപ്പിത ജീവിതത്തിലും സമർത്ഥമായ കൃപകൾ നൽകി അനുഗ്രഹിക്കണമേ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൻ്റെ ജന്മദിനം ആചരിക്കുന്ന അഭിമന്യ മുലക്കാട്ട് പിതാവിനെ പ്രത്യേകമായിട്ട് ഞങ്ങൾ ഓർക്കുന്നു. ായ സമൂഹത്തിൻ്റെയും സ്വര മലബാർ സഭയുടെയും നേതൃത്വ നിരയിൽ നിന്നുകൊണ്ട് അക്ഷീണം പ്രവർത്തിക്കുന്ന അഭിമന്യ പിതാവിന് ദൈവകൃപയുടെ സമൃദ്ധി അനുഭവിക്കുവാനും അതുവഴി വിവേകപൂർവ്വം സഭയെ നയിക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെയും പരിത്യാഗത്തിന്റെയും മാർഗത്തിലൂടെ ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമാർ ബെനഡിക്ട് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ മാത്യു മെത്രാനെയും ജോസഫ് മെത്രാനെയും ജേക്കബ് മെത്രാനെയും മറ്റ് അജപാലകരെയും സമർത്ഥമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. For this servant who has become child of God in baptism and is awaiting the gifts of the Holy Spirit, let us pray. Lord, hear our prayer. Lord, hear our prayer. That you send your Spirit on this servant as you did to your disciples lost in prayer in Sion banquet hall, we pray. Lord, hear our prayers. That filled with your Holy Spirit, she may be raised up to live a life of holiness and rooted in faith. She may glorify you always, we pray. Lord, hear our prayers. That the parents, teachers and benefactors who raise him or her up in Christian faith be infused with your Spirit, we pray. Lord, hear our prayers. Let us commend one another and ourselves to the Father, the Son and the Holy Spirit. Lord Almighty God, we humbly pray you, fill these children with your Spirit. May they grow up to the plenitude of Christian life. May they be strengthened not to forget you in prosperity and to seek you out in adversity. Bless them to bear strong witness to you in life, and then after death to find the bliss of eternal happiness. Father, Son, and Holy Spirit forever. Amen. My dear children, being filled with the Holy Spirit and confirmed in faith, do you desire to witness Christ? Yes, I do. May God bless you.
പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗ്ഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. സ്വർഗ്ഗവാതിൽ തുറന്നു ഭൂമിയിൽ നിർഗളിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പുമാറ്റിടും ചന്തമേറുന്ന ദൈവമേ. ആത്മാവിലാശവീശുന്ന മോഹനദിവ്യദാനമേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. Dear brothers and sisters, the celebrant begins to sign these children with the plenitude of the grace of the Holy Spirit. In preparation, he now prays for himself, saying, "Devout and diligent, let us pray in silence." Lord Almighty God, we thank you for the infinite mercy by which you sent the Holy Spirit upon the apostles and strengthened them. You shower the church with the gifts of the Holy Spirit through the imposition of hands by the apostles and their successors. Make me, Lord, your humble servant, worthy to administer this gift to these children, Father, Son, and Holy Spirit forever. The prayer for the imposition of hands. God our Father, you have granted us through baptism, new birth, membership in the mystical body of Christ, and title to eternal life. Sign these servants with the promised Spirit and give them the spirit of filiation, that they may call you Abba, Father. Empower them, being filled with the divine Spirit through the imposition of hands, to live as brave soldiers, bearing witness to the gospel, and as loyal servants of the church. May they be filled with your Spirit's fruits of love, peace, happiness, patience, kindness, goodness, fidelity, meekness, and self-control. By your grace, may they be blessed to live a life undefiled. We offer praise, honor, and worship to you, to your beloved Son, and the Holy Spirit, now, always, and forever. Amen. Stephen, having been baptized, is now perfected and confirmed in the name of the Father, and of the Son, and the Holy Spirit. Amen. Mary, having been baptized, is now perfected and confirmed in the name of the Father, and of the Son, and of the Holy Spirit. Amen. Anna, having been baptized, is now perfected and confirmed in the name of the Father, and of the Son, and of the Holy Spirit. Amen. Lord God, may the life-giving sign and the fullness of the grace